താങ്കളുടെ നിരപരാധിത്വം അവിടുത്തെ തെളിവുകൾക്ക് മനസ്സിലായോ? എന്നോട് എല്ലാരും നല്ല സൗമ്യ. ആദ്യം 2-3 ദിവസത്തൊക്കെ ആരും നമ്മളോട് അധികം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. താങ്കളെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് എപ്പോഴാണ് ആൾക്കാർ വന്നത്? തിങ്കളാഴ്ചയാണ് എന്നെ കൊണ്ടുപോയത്. ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോ മരുമോന്, ഹസ്ബൻഡ്, മോന് അവരൊക്കെ വന്നിട്ടുണ്ടായി. അവര് വന്നപ്പോഴാണ് എന്നോട് പറയണത് ഇത് ആകെ ന്യൂസ് ഭയങ്കര വാർത്ത പരന്നിരുന്നത്. ഇങ്ങനെ ബ്യൂട്ടി പാർലർ മറവില് മയക്കുമരുന്ന് കച്ചവടം, ഉടമ പിടിയിലായി. അങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഒരു കച്ചവടം നടത്തുകയാണെന്നാണ് അല്ലേ അധികാരികൾ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. അപ്പൊ ഹസ്ബൻഡ് വാർത്ത വന്നു. ഭയങ്കര പെരുപ്പിച്ചായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ അവര് ചോദിച്ചു നീ എവിടെയെങ്കിലും പോയോ? ആരെങ്കിലും അവർക്കും അറിയണല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാ പറയുമ്പോ. ഭർത്താവ് സംശയിക്കുന്നുണ്ടായിരുന്നു? ഇല്ല ഭർത്താവ് ഞാൻ കരഞ്ഞു. അപ്പൊ ഇവര് ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ അവര് കൊന്നെങ്കിൽ മതിയായിരുന്നു. എന്നോട് ഇത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നെ കൊന്നെങ്കിൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ ഇത്ര വിഷമം അനുഭവിക്കേണ്ടിയില്ലല്ലോ. അപ്പൊ പക്ഷെ എനിക്ക് കൊച്ചുങ്ങളുടെ കാര്യമാണ്. മോൾ ആ സമയത്ത് പ്രഗ്നന്റ് ആണ്, 5 മാസം പ്രഗ്നന്റ് ആണ്. പിന്നെ കുഞ്ഞു കൊച്ച്. അപ്പൊ എനിക്ക് അവരുടെ കാര്യമായിരുന്നു ഭയങ്കര വിഷമം. അപ്പൊ അവളുടെ കാര്യമാണ് ഞാൻ കൂടുതൽ ചോദിക്കുന്നത്. മോളോട് വിഷമിക്കരുത് എന്ന് പറ. ഇവര് എന്റെ വിഷമം കണ്ടിട്ട് ഇവര് പറയാ നീ ഒന്നും ചെയ്യരുത്, ഞങ്ങള് പുറത്തെ എല്ലാ കാര്യങ്ങളും ജാമീൻ എടുക്കാനായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നീ ഒന്നും വേറെ ചിന്തയൊന്നും നിനക്ക് വരരുത്. അങ്ങനെയാണ് പറഞ്ഞു. ഞാൻ മരിച്ചു കളയുന്നു അങ്ങനെ പറഞ്ഞു. മരിച്ചെങ്കിൽ മതി, ഇവിടെ മരിക്കാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടുന്നില്ല, ഞാൻ മരിച്ചേന്ന് അങ്ങനെയാണ് അവരോട് പറഞ്ഞു. അപ്പൊ മരുമോനൊക്കെ ചീത്ത പറഞ്ഞു എന്നോട്, മമ്മി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണം, മമ്മി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. ഞങ്ങൾ എന്തായെങ്കിലും മമ്മീനെ ഞങ്ങൾ സംശയിക്കുന്നില്ല, ഞങ്ങൾക്കറിയാം മമ്മി ഇത് ചെയ്യില്ലാന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആരെങ്കിലും സംശയം ഉണ്ടോന്ന് താങ്കൾ ചോദിച്ചിരുന്നോ? കാരണം ഇത് എവര് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ചോദിച്ചായിരുന്നു. അപ്പോ മമ്മിക്ക് ഇത് എന്താ സംഭവം എന്നറിയില്ലായിരുന്നു. എന്താണ് ലഹരി എന്താന്ന് അറിയില്ല, ഇതെങ്ങനെ വരും, ഇതിന്റെ സോഴ്സ് എവിടെന്നാന്നും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു, അന്ന് ആരൊക്കെയാണ് വീട്ടിലുണ്ടായത്, തലേ ദിവസം ആരാണ് ഉണ്ടായത്, പാർലറിൽ ആരെങ്കിലും പരിചയമില്ലാത്തവരൊക്കെ വന്നോ? അപ്പൊ മമ്മിക്ക് ആരെയും സംശയമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ മമ്മിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ മമ്മി പറയും, മമ്മി ഇല്ല ഞാൻ അങ്ങനെ പോയി, അവിടെ ആരും വന്നിട്ടില്ല, പാർലറിൽ ആരും വന്നിട്ടില്ല, വീട്ടിലാണെങ്കിൽ ബന്ധുക്കാർ മാത്രമേ ഉള്ളൂ, അവരൊന്നും ആർക്കും മമ്മിക്കൊന്നും ആരും സംശയിക്കാവുന്ന ഒരു ആൾക്കാരും അല്ല. അങ്ങനെ മോളെപ്പോഴാ ഈ വിവരം അറിഞ്ഞത്? അമ്മ ഇങ്ങനെ പിടിച്ചു? ഞാൻ അന്ന് തന്നെയാണ് അറിഞ്ഞത്. ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ മമ്മീനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് അന്ന് നടക്കണേന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇവരൊക്കെ വന്നപ്പോ ചോദിച്ചറിഞ്ഞിട്ടാണ് അറിഞ്ഞത് മമ്മീനെ ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ അറിയണത്. എന്താന്ന് അന്നൊന്നും മനസ്സിലായില്ല എനിക്ക്. പിന്നെ രാത്രിയാണ് ഇത് മമ്മിയുടെ ന്യൂസ് പുറത്തു വന്നത്. അപ്പോഴാണ് മമ്മീനെ ചാനലുകളിലൊക്കെ വന്നു അല്ലേ? ആദ്യമല്ല വാട്സപ്പിലൊക്കെ വന്നു, മയക്കുമരുന്ന് കേസ് പിടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ. അല്ല, വർഷങ്ങളായി ഇങ്ങനെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതാണോ വാർത്ത വന്നതോ? അതെ. ഓക്കെ, ഇഷ്ടംപോലെ വാർത്തകൾ ഭയങ്കര പൊലിപ്പിച്ചായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു, മൊത്തം വാർത്തയായിരുന്നു. എന്റെ ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിച്ചു തുടങ്ങി, ഇത് നിന്റെ അമ്മയല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. അല്ല, അത് വന്ന ആൾക്ക് ചാനലുകാർ വന്നോ അങ്ങോട്ടോ, അതോ ഈ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാത്തിലും ഇത് തന്നെയായിരുന്നു, ന്യൂസിലും എല്ലാം ഇത് തന്നെ. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ വലിയൊരു ചലഞ്ചല്ലേ ഇത്? അതെങ്ങനെ ഫേസ് ചെയ്തു മോള്? ഫേസ് ചെയ്തെന്ന് വെച്ചാൽ എന്താ ചെയ്യാ, ഫോൺ ഓഫ് ചെയ്ത് അവിടെ ഇരുന്നു. കോളും വന്നു തുടങ്ങി, മെസ്സേജും വന്നു തുടങ്ങി, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, കൂട്ടുകാരികളൊക്കെ വിളിച്ചോ? കൂട്ടുകാരികളൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ഇങ്ങനെ ന്യൂസ് ഷെയർ ചെയ്തിട്ട് ചോദിക്കും, ഇത് നിന്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ആർക്കും റിപ്ലൈ ഒന്നും കൊടുത്തില്ല, അങ്ങനെ വെച്ചു. അപ്പം ഇനിയിപ്പോഴേ ഇത് യഥാർത്ഥത്തില് പിന്നെ ഇതാരോ പ്ലേസ് ചെയ്താണെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അതായത് എന്നിട്ട് ഇവര് ഫോണിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റിയില്ലേ? അത് നെറ്റ് കോളാണെന്നാ പറയണ. അവര് പറഞ്ഞു ഇന്റർനെറ്റ് കോളാണ്. അപ്പൊ നെറ്റ് കോളിൽ വന്ന ഒരു വിളിയിൽ അവർ പൂർണ്ണമായും വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചു അല്ലേ? അപ്പൊ ഈ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും സംശയമുണ്ടോ? കാര്യം ഇത് ഇത്രയും അടുത്തറിയാവുന്ന ഒരാളിന് മാത്രമേ താങ്കളുടെ ബാഗ് കിട്ടുള്ളൂ അല്ലേ? കാരണം താങ്കളുടെ വണ്ടി ചിലപ്പോൾ നാട്ടുകാർക്ക് കയറ്റി വെക്കാൻ പറ്റും, ബാഗിനകത്ത് കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ
അതും ബാഗിന്റെ ഉള്ളിലൊക്കെ കടത്തി വെക്കണം. അതും എന്റെ ബാഗ് നല്ല ബാഗായിരുന്നു. അപ്പൊ ഈ സംഭവം നടക്കണ 2 ദിവസം മുമ്പ് തിങ്കളാഴ്ചയാണ് എന്നെ പിടിക്കണത്. ഒരു ബുധനാഴ്ച എന്തോ ഞാനിങ്ങനെ നമ്മള് ബാഗിലാണല്ലോ ടിഫിൻ കൊണ്ടുപോവാ. അപ്പൊ എന്റെ ബാഗിൽ കറിയായി. അപ്പൊ ഞാന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനപ്പോ ബാഗിൽ കറിയായി. അപ്പൊ ഞാൻ പാർലറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ബാഗിന്റെ തുണി എടുത്ത് അവിടെ തന്നെ വാഷ് ചെയ്ത് അവിടെ തന്നെ ഫാൻ ഇട്ട് ഉണക്കി. ഇത് എത്ര ദിവസത്തേക്ക് മുമ്പാ ഇത് ആ സമയത്ത് ഇങ്ങനെ ബാഗിൽ കണ്ടില്ലല്ലോ? ബാഗിൽ ഞാൻ ഓട്ട കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ എനിക്ക് ആ പിടിച്ച സമയത്ത് എന്റെ മൈൻഡിൽ ഒന്നും വരുന്നുണ്ടായില്ല. ഞാൻ ജയിലിൽ തലേന്നാണോ ഈ ബാഗ് എടുത്ത് കഴിയത്, ഈ തുണിയൊക്കെ കഴിയത്? തിങ്കളാഴ്ചയാണ് പിടിക്കണത്. അതിന്റെ മുമ്പിലത്തെ ആഴ്ച ഒരു വ്യാഴാഴ്ച ആ സമയത്ത് അന്ന്. ഈ വ്യാഴാഴ്ചക്ക് ശേഷം ഈ ബാഗ് കൊണ്ട് താങ്കൾ എവിടെ പോയി? വീട്ടിലല്ലാതെ? വീട്ടില് എവിടെയും പോവാറില്ല. ഇല്ല, അവിടെ കടയിൽ വെക്കും അല്ലേ? നേരെ വീട്ടിൽ കടയിൽ ഈ ബാഗ് എടുത്ത് നോക്കാൻ പറ്റുന്ന വരുന്നവർക്ക് കാണാൻ പറ്റുമോ ഈ ബാഗ് ഇരിക്കുന്ന സ്ഥലം? അല്ല, അത് എപ്പ ബാഗ് എന്റെ കസേരയിൽ വെക്കുള്ളൂ. അവിടെ ആരും വന്ന് ഒന്നും ചെയ്യും. ഒരു റൂമാണ്, ഒരു റൂമിന്റെ ഉള്ളിൽ ഇപ്പൊ ആരും വന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് ആ ബാഗ് തുറന്ന് അതിൽ ഓട്ടയുണ്ടാക്കി ഈ സാധനം ഇറക്കി വെക്കണം. പിന്നെ കീ എടുത്തിട്ട് പോയി താഴെ വെക്കണം. അതെന്തായെങ്കിലും പാർലറിൽ അത് സംഭവിക്കൂല. പാർലറിലല്ല ഇത് പാർലറിലല്ല അത് സംഭവിച്ചിട്ടുള്ളത്. താങ്കൾക്ക് ആരെയായിരുന്നു സംശയം? അത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ പോയപ്പോഴാണ് എനിക്ക് ഞാൻ മയക്കുമരുന്ന് കേസിൽ കുറെ പ്രതികളുണ്ടല്ലോ. അപ്പൊ ഈ ഓഫീസർമാർ എന്നോട് കുറെ ചോദിക്കുന്നുണ്ട്, ആ ലേഡി ഓഫീസർ ആരായിരിക്കുക, ചേച്ചിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ ഓരോരുത്തരെ ചോദിക്കുന്നുണ്ട് അവരുടെ മേലെ സംശയം ഉണ്ട്. അപ്പൊ ഞാൻ പറയണത് എനിക്ക് ആരെയും സംശയമില്ല. അത്ര വലിയ ഞാൻ ആർക്കും ശത്രുതയില്ല. ഇത്ര വലിയത് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ആർക്കും ഒരാൾക്കും ദ്രോഹം ചെയ്തിട്ടില്ല. അപ്പൊ ആ ഓഫീസർ എന്നോട് പറയാ, ചേച്ചി പറയണ ചേച്ചിക്ക് ആരും സംശയമില്ലാണ്, ചേച്ചി പറയണ ബാഗ് ആർക്കും കൊടുക്കാനില്ലാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ചേച്ചിയുടെ ബാഗിൽ വന്നേ? അവരുടെ ഇതിലാണ്, നമ്മളെ കുറ്റപ്പെടുത്തുന്നതിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ ഞാൻ അധികം ഒന്നും പറയാൻ പോയില്ല. എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടും കാര്യമില്ലാണ് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കുമരുന്ന് കേസിൽ കുറെ പ്രതികളുണ്ട്. അപ്പൊ ഞാൻ അവരോട് പോയി ചോദിക്കുകയാണ്, എനിക്കപ്പോ LSD അറിയില്ല, ഞാൻ LSD LDS പറയുന്നത്. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, മോളെ LDS പറഞ്ഞെങ്കിൽ എന്തിട്ടാണ്, സ്റ്റാമ്പല്ല, ഇതെന്താ ചെയ്യാ? അപ്പൊ അവള് പറഞ്ഞു, LDS അല്ല ചേച്ചി, LSD അതിന്റെ പേര്. ഇത് മയക്കമരുന്ന് നാക്കിന്റെ അടിയിൽ വെക്കുന്നതാണ്. ഇത് ഭയങ്കര പവറുള്ള സാധനമാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടുക അതിനാണ് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഈ ബന്ധുവിന്റെ മേലെ സംശയം വന്നത്. ഈ ബാംഗ്ലൂരിലുള്ള യുവതിയാണ് തലേ ദിവസം ബന്ധുവാണ്. അവര് വീട്ടിൽ വന്നിരുന്നു? ആ, വീട്ടിൽ വന്നിരുന്നു. അതായത് അവർക്ക് ഇങ്ങനെ നിങ്ങളുടെ ഒരു വിഷമം തോന്നുന്ന സംഭവം ഉണ്ടായോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ എന്താണെന്ന് അറിയില്ല, നമ്മളിനി ഈ ഇറ്റലിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ത് കാരണം. ഞാനും അവരുമായിട്ട് ഒരു ഇറ്റലിയുടെ കാര്യം നടന്നായിരുന്നു ഇല്ലല്ലോ? അത് നടക്കായിരുന്നു, അത് പേപ്പർ വർക്കൊക്കെ നടന്നു. അന്ന് എന്നെ പിടിച്ച അന്ന് എനിക്ക് ഈ ഏജന്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. വിസ അല്ല, മദ്രാസ് വെച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, മറ്റേ VFSL പോണം. അപ്പൊ ചേച്ചി ഞാൻ ഡേറ്റ് പറയാം, ചേച്ചി ഒരുങ്ങിയിരുന്നോളൂ പറഞ്ഞിട്ട് ആ പിടിച്ച അന്ന് ഈ ഓഫീസർമാര് വന്ന് കയറി ഇതൊക്കെ പരിശോധിക്കുമ്പോ അവരെന്റെ ഫോൺ, അന്ന് ഞാൻ മെസ്സേജ് നോക്കിയപ്പോ ആ സമയത്ത് ആള് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പൊ ഈ ബന്ധുവിന് ഇപ്പൊ ഒരാൾ ഇതൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അയാൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും പ്രതികാരം നമ്മോട് വേണം. ഒരു പ്രതികാരം ഇല്ലാതെ നിർദോഷമായിട്ട് ഇവരുടെ ബാഗിനകത്ത് തിരികെ വെച്ചിട്ട് അവരെ സെൻട്രൽ ജയിലിൽ കയറ്റാൻ ഒരാൾ തയ്യാറാവുമോ? അവരുടെ ഉള്ളിൽ എന്തിട്ടാണെന്ന് അറിയില്ല. അല്ല, എപ്പോഴെങ്കിലും അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായോ ഈ ബന്ധുവിന് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ? ഇല്ലല്ല, ഈ ബന്ധു പറഞ്ഞെങ്കിൽ ഇത് മരുമോളുടെ അനിയത്തിയാണ്. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് 1.5 വർഷം ആയിട്ടുള്ളൂ. ഈ 1.5 വർഷം കൊണ്ട് ഇവിടെ 2-3 പ്രാവശ്യം എന്തോ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ അവള് ബാംഗ്ലൂരിലാണ് പഠിക്കണത്. അധികം നമ്മൾ തമ്മിൽ കാണാറൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവേണ്ട ഒരു അവരെ പോലീസ് അന്വേഷിച്ചോ? അത് കഴിഞ്ഞിട്ടാണ്, അന്നാ പിടിച്ച സമയത്ത് എനിക്ക് ആരെയും സംശയം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അവളുടെ മേലെ തന്നെയായിരുന്നു സംശയം. അപ്പൊ പിന്നെ ഞാൻ ജയിലിലാണെങ്കിലും ഹസ്ബൻഡും മരുമോനും അവര് ഓടി നടക്കായിരുന്നു പുറത്ത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ടും, അതായത് ഞാൻ നിരപരാധിയാണ് ജാമ്യം എടുക്കാനായിട്ടും, DSPനെ പോയി കാണാനും, തിരുവനന്തപുരം, തൃശ്ശൂര്, അങ്ങനെ ഇവര് ഓടി നടക്കായിരുന്നു. പിന്നെ ഇവരെല്ലാ ആഴ്ചയിൽ 2 പ്രാവശ്യം ജയിലിൽ സന്ദർശിക്കാൻ പറ്റും. എല്ലാ ആഴ്ചയും ഇവര് വരുമായിരുന്നു 2 പ്രാവശ്യം കാണാനായിട്ട്.